സെക്രട്ടറി ആയിരുന്നു, മെനങ്ങാന്ന് NSU സെക്രട്ടറി ആയിരുന്നു, ASU ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയ ആളാണ് ഞാൻ. അതൊന്നും അല്ല എന്റെ പദവി. എന്റെ പദവി എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ളതാണ് എന്റെ പദവി. ഈ പാർട്ടിക്ക് ഒരു പോറല് പോലും ആരെങ്കിലും ഏൽപ്പിക്കാൻ അനുവദിക്കാത്ത ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ ആ പ്രതിനിധിയായിട്ടാണ് തുടങ്ങുന്നത്. ആ പ്രതിനിധിയാണ് ഇപ്പോഴും എന്റെ പാർട്ടിക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒരു കടന്നാക്രമണം ഉണ്ടായാൽ അതിനെ അതിശക്തമായി ചെറുത്ത് സംസാരിക്കാനായിട്ട് മുന്നിൽ വരുന്ന ഒരാളാണ് ഞാൻ അതിനകത്ത് ഒരു ബാലൻസും ചെയ്യാറില്ല. ഒരു ബാലൻസും ഇന്നത്തെ ദിവസം വരെ ചെയ്യാറില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ബാലൻസ് ചെയ്യാറില്ല. ഏതെങ്കിലും മാധ്യമ സ്ഥാപനം കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ആ മാധ്യമ സ്ഥാപനത്തോടും ഞാൻ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതിന്റെ പേരിൽ എനിക്ക് ആവുന്നത്ര ശത്രുക്കളൊക്കെ ഉണ്ട്. അതൊന്നും എന്റെ വിഷയമല്ല. അടിസ്ഥാനപരമായി എന്നെ ഇതൊക്കെ ആക്കുന്ന എന്റെ പാർട്ടിയാണ്. ആ ബോധ്യം എനിക്കുണ്ട്. അപ്പം പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാരിനെതിരായിട്ട് അഗ്രസീവായി നിലപാടെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു 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 ചില മാധ്യമ സ്ഥാപനങ്ങളുടെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ BJP ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇന്നലെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെ പറ്റിയൊക്കെ ഞാൻ കേട്ടു. വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളെ കേട്ടു. ആ ആളുകളെ പറ്റി ഞാൻ തിരിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും? ആ ആളുകളുടെയൊക്കെ വിചാരം എന്താ? നമുക്കൊന്നും, നമ്മൾ ഈ നാട്ടിലല്ലേ താമസിക്കുന്നേ. ഈ പ്രസംഗിച്ചിട്ടുള്ള ആളുകളുടെ അത് മാധ്യമ സ്ഥാപനത്തിലും പുറത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള ആളുകളെയൊന്നും നമുക്കറിയില്ലേ. നമ്മളും തിരിച്ചങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഞാനത് ഭീഷണിപ്പെടുത്തുകയല്ല. അതൊന്നുമല്ല നമ്മുടെ പൊളിറ്റിക്സ്. നമ്മുടെ പൊളിറ്റിക്സ് രാഷ്ട്രീയം തന്നെ പറയുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകന് ഇത് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കില്ല പണി. അപ്പൊ എന്റെ ഏതെങ്കിലും ഒരു ചെയ്തി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വ്യക്തിപരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായി അനുഭവിക്കും. അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എന്റെ ബാധ്യതയാണ്. നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. ഉത്തമമായ ബോധ്യം. ഞാൻ പറയാതെ ഒരു ചോദ്യം എടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇത്രയും നേരം ചോദ്യമല്ലേ ഞാൻ പറയാതെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർക്ക് തീരുമാനിക്കാം ഈ മാധ്യമ സമ്മേളനം തുടരണമോ വേണ്ട എന്ന്. ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് തീരുമാനിക്കാം. അത് തീരുമാനിക്കാം. അത് കൈരളിയുടെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറും മാത്രം ഇങ്ങനെ ആവർത്തിച്ച് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്ന കാര്യമില്ലേ? പത്രസമ്മേളനം എന്ന് പറഞ്ഞ ഒരു രീതിയില്ലേ? മാധ്യമ സമ്മേളനം എന്ന് പറഞ്ഞൊരു രീതിയില്ലേ? മാധ്യമ സമ്മേളനത്തിൽ പറയാൻ വന്ന ആളുകൾക്ക് പറയണ്ടേ? അത് ഞാൻ പറയട്ടെ. അപ്പോ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നത് ഉത്തമമായ ബോധ്യം, രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ഉത്തമമായ ബോധ്യമാണ്. ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ? ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി, ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പൊ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല. എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കുന്ന സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പൊ അവർ ആ ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരോടുമുള്ള എന്റെ അഭ്യർത്ഥന, പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അഭ്യർത്ഥന, എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടുന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത നമ്മൾ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അത് തുറന്നു കാണിച്ചുകൊണ്ടേ നമ്മളിരിക്കും. അത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയം വിനിയോഗിക്കും. ഇതുവരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാവിധമായ പിന്തുണയ്ക്കും മാധ്യമ പ്രവർത്തകരോട്, പൊതുസമൂഹത്തോട്, പാർട്ടി പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തോട് പറഞ്ഞത്, ഞാൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത്, ഇപ്പം ഞാൻ തെറിക്കും, വ്യാജ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, വ്യാജ തിരിച്ചറിയൽ കാർഡുമായിട്ട് ഞാൻ ജയിലിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഈ ഞാൻ രാജിവെക്കുന്ന നിമിഷം വരെ അങ്ങ് എക്സ്ക്ലൂസീവായി കൊണ്ടുവന്ന ആ ആരോപണം തെളിയിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ദിവസം വരെ എനിക്കെതിരായിട്ട് FIR പോലും എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അപ്പോഴും പരാതിയൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നു, നിങ്ങളതൊരു അജണ്ട വെച്ചിട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജു.